നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അതീവ ശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ കണ്ണുകൾക്ക് അതിതീവ്രമായ കാന്തിക ശക്തിയുണ്ട് അല്ലേ? ഇത് ചില കാഴ്ചകളെ നമ്മുടെ തലച്ചോറിൽ എത്തിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനുള്ള വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നു തരും. ഈ ലോ ഓഫ് അട്രാക്ഷൻ തികച്ചും വ്യത്യസ്തമായതാണ്. ദൈവിക ശക്തി നിറഞ്ഞതുമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ ടെക്നിക്ക് ഫോളോ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പാലിക്കേണ്ടതായിട്ട് വരുന്നില്ല. ആർക്കും ഏത് സമയത്തും നിഷ്പ്രയാസം ഇത് ചെയ്തു നോക്കാവുന്നതാണ്. അതുപോലെ ഇത് കളിയായി ചെയ്താൽ പോലും ഫലം തരുന്ന ഒരു ടെക്നിക്കാണ്. ഇതിന് വളരെ വേഗത്തിൽ തന്നെ ഫലം ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നമ്മളൊരു ചിത്രത്തിൻ്റെ സഹായത്തോടെയാണ് ഈ ടെക്നിക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഈ ചിത്രത്തിൽ നോക്കി പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഇത് സാധിക്കും. ഇത് നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഇത് സാധിച്ചുവെന്നിരിക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ന്യായമായ ഏതൊരാഗ്രഹവും ഈ ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ന്യായമായ ആവശ്യമാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും ഈ ടെക്നിക്കിലൂടെ നിങ്ങൾക്കത് സാധിച്ചിരിക്കും. ഞാൻ കാണിക്കുന്ന ഈ ചിത്രത്തിൽ നോക്കി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറയുമ്പോൾ അത് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങളുടെ തലച്ചോറിൽ എത്തുകയും ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായിരിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഈ ചിത്രത്തിൽ കാണിക്കുന്നതാണ് വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം. ത്രിമൂർത്തികളിൽ സംരക്ഷകനാണ് ഭഗവാൻ മഹാവിഷ്ണു. ഭഗവാന്റെ ആയുധമാണ് സുദർശന ചക്രം. ഈ ചക്രം സുരക്ഷയുടെ പ്രതീകമാണ്. ഈ ചക്രത്തിൽ നോക്കി നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് നമ്മൾക്ക് സാധിച്ചു തരും. കാരണം ഈ സുദർശന ചക്രത്തിൻ്റെ ശക്തി വളരെ വേഗത്തിൽ നമ്മുടെ തലച്ചോറിൽ പതിയും. ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ശാന്തമായി റിലാക്സായി ഒരിടത്ത് ഇരിക്കുക. അതായത് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കണം. മനസ്സിലുള്ള ചിന്തകളെല്ലാം അല്പനേരത്തേക്ക് മാറ്റിവെക്കണം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം മാത്രം. അല്പനേരത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം മാത്രം ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ആണെങ്കിൽ ഇവിടെ കാണിക്കാൻ പോകുന്ന ഈ ചിത്രത്തിലേക്ക് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിൻ്റെ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം മാത്രമായിരിക്കണം ഉണ്ടാവാൻ പാടുകയുള്ളൂ. മറ്റു ഒരു ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. ആഗ്രഹത്തെ പറ്റി മനസ്സിൽ സങ്കല്പിച്ചിരിക്കുമ്പോൾ ഇത് നടന്നു കിട്ടിയതായിട്ട് സങ്കല്പിക്കണം. ആ ഒരു സന്തോഷത്തോടു കൂടിയായിരിക്കണം ഈ ചക്രത്തിലേക്ക് നോക്കാൻ. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാതെ ഈ ചിത്രത്തിൻ്റെ മധ്യഭാഗത്തേക്ക് 5 സെക്കൻഡ് വീതം നോക്കിയിരിക്കണം. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ട് 5 സെക്കൻഡിൽ കൂടുതൽ എടുക്കുമെങ്കിൽ കുറച്ചു നേരം കൂടി നോക്കിയിരിക്കുക. കാരണം ഓരോ ചിത്രങ്ങളും ഓരോരുത്തരുടെയും തലച്ചോറിൽ പതിയാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത സമയങ്ങളാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹം സങ്കല്പിച്ചിരിക്കണം. നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഈ ചിത്രത്തിൻ്റെ നടുവിൽ നോക്കി അത് പറയണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 20,000 രൂപയാണ് വേണ്ടതെങ്കിൽ ഈ ചിത്രത്തിലെ നടുഭാഗത്തേക്ക് നോക്കി നിങ്ങൾക്ക് 20,000 കിട്ടി എന്ന് പറയണം. ആ പണം നിങ്ങൾക്ക് കിട്ടിയതിൽ സന്തോഷിക്കുകയും പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുകയും ചെയ്യണം. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു സമയത്ത് ഒരാഗ്രഹം മാത്രമേ വിചാരിച്ച് ഈ ടെക്നിക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർ, ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കണം എന്നുള്ളവർ ഒരു തവണ ആദ്യം ഇത് ചെയ്തിട്ട് ഒരാഗ്രഹം മാത്രം പറഞ്ഞ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് സാധിച്ചാൽ അടുത്തത് പിന്നെയും ഇതുപോലെ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.